ഗാർഡൻ ടൂറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ മഴയായതുകൊണ്ട് ഞാനൊരു ഇൻട്രോയിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും അറിയില്ലായിരിക്കാം, ചിലപ്പോൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം. പക്ഷേ എനിക്കിതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു ചെടിയെക്കുറിച്ച് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയാനായിട്ട് കാരണം. ഈ ഒരു ചെടി എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ചെടിയാണ്. കാരണം ഇത് നമ്മുടെ പാടങ്ങളിലും അല്ലെങ്കിൽ നെൽപ്പാടങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു ചെടിയാണ്. ഇതിനെ കരിങ്കൂവളം എന്നും നീലോൽപ്പലം എന്നും കുവലയം എന്നും എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഒക്കെ ചുറ്റുവട്ടത്ത് എന്ത് പേരിലാണ് ഈ ഒരു ചെടി അറിയപ്പെടുന്നത്? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകം ഞാൻ ഈ പറഞ്ഞ പേരുകൾ കൂടാതെ വേറെ ഏതെങ്കിലും ഒരു പേരിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഈ ഒരു ചെടിയുടെ പുഷ്പത്തെക്കുറിച്ചിട്ട് ഒരു പഴയ സിനിമ പാട്ടുണ്ട്. അതിങ്ങനെയാണ്: നിന്റെ മിഴിയിൽ നീലോൽപ്പലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്തം, നിന്റെ മിഴിയിൽ നീലോൽപ്പലം. അത്ര നന്നായിട്ട് പാടിയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു ചെടിക്ക് വളരെ പണ്ട് മുതലുള്ള പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ പാടിയെന്നേ ഉള്ളൂ. ഈ ചെടിക്ക് ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട്. കരിങ്കൂവളാതി കഷായം എന്നൊരു കഷായമുണ്ട്. അതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കരിങ്കൂവള പൂക്കളാണ്. കരിങ്കൂവള പൂക്കളും അതിൻ്റെ ഇലയും തണ്ടും അരച്ചിടുന്നത് പൊള്ളലേറ്റ ഭാഗത്തിന്, പൊള്ളലിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ കരിങ്കൂവള പൂക്കൾ. കരിങ്കൂവള പൂക്കൾ ചതച്ചെടുത്ത് സേവിക്കുന്നത് അപസ്മാരത്തിന് നല്ലൊരു പ്രതിവിധിയാണ്. ചെടി നടാൻ മണ്ണെടുത്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചട്ടിയിൽ വളർന്നു വന്നതാണ് ഈ ഒരു നീലോൽപ്പലം. പക്ഷേ അതിൻ്റെ ഒരു ഔഷധ മൂല്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടും പിന്നെ അതിൻ്റെ പൂക്കളുടെ ഭംഗിയും കണക്കിലെടുത്തുകൊണ്ടും അതിനെ അങ്ങനെ വളർത്തിയെന്നുള്ളൂ. പിന്നെ ഇനി നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു ചെടി വെച്ചിരിക്കുന്ന ചട്ടി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, നോൾട്ടയുടെ പാത്രം തന്നെയാണ്. അപ്പോൾ അതിനൊരു റെഡ് കളറ് പെയിൻ്റ് അടിച്ചിട്ട് നമ്മളിവിടെ കുത്തി നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മരത്തിലാണ്. ഒരു വലിയ മരത്തടിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ മരത്തടിയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ചട്ടി അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു മരത്തടി ആയതുകൊണ്ട് ഇത് കുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് കോളിയസ് എന്ന് പറയുന്ന നമ്മുടെ തിരുഹൃദയം എന്നാണ് നാട്ടിൽ ഇതിനെ ഇവിടെയൊക്കെ പറയുന്ന തിരുഹൃദയം എന്നാണ്. പിന്നെ കണ്ണാടി ചെടി എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെടി ലിറ്റിൽ സൺഫ്ലവർ, ഇത് നമ്മൾ പ്ലാൻ ഹണ്ടിങ്ങിൽ കളക്ട് ചെയ്ത ഒരു ചെടിയാണ്. ഇതിൽ ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനന്ന് ആ ഒരു വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. പിന്നെ ഇത് നമ്മൾ പ്ലാൻ ഹണ്ടിങ്ങിൽ കളക്ട് ചെയ്ത ഒരു കലേഡിയം വെറൈറ്റിയാണ്, ഗ്രീൻ ആൻഡ് വൈറ്റ്. പിന്നെ പിങ്ക് ബ്യൂട്ടി, ഇതും ഒരു കലേഡിയം തന്നെയാണ്, പ്ലാൻ ഹണ്ടിങ് വീഡിയോയിൽ കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ മരത്തടിയിലാണ്. ആ മരത്തടി ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ ഇതൊരു വലിയ ടിന്നാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് കലേസിയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ മരത്തടിയിൽ ഇലാസ്റ്റിക് ഉപയോഗിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇലാസ്റ്റിക് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു കയറായാലും മതി. അപ്പോൾ ഈ ഒരു മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് ലേഡി ഫാൻ ആണ്. നമ്മൾ പ്ലാൻ ഹണ്ടിങ് വീഡിയോസിൽ കളക്ട് ചെയ്തതാണ്. അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഇതൊരു നമ്മുടെ പെയിൻറ്റിൻ്റെ ഒരു ബക്കറ്റ്. ആ പെയിൻറ്റിൻ്റെ ബക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം, അതായത് നമ്മൾ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ബക്കറ്റിൻ്റെ പിടിയുള്ള ഭാഗം, അതാണ് കട്ട് ചെയ്തിട്ടാണ്, അതുപോലെ നെറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ലേഡി ഫാൻ തൂക്കിയിട്ടിരിക്കുന്നത്, വല വെച്ച് കെട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഗാർഡൻ്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ ജൂലൈ 15 ഉണ്ണിമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നൊരു വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ
ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് നല്ല നിമിഷങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല വീഡിയോകളുമായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ബൈ.